നമുക്ക് സീറോ പേയ്മെന്റ് ഇറക്കാവുന്ന. സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് 50 രൂപ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്താവുന്നു. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും ഡീസൽ ബസ് തന്നെയാണ് വരുന്നത്. 3 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറുത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് നാനോ നെഗോഷ്യബിൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 30 രൂപ 40 രൂപ അടുത്തുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഡീസലിൽ ഫുൾ ലോഡില് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന അടിപൊളി വാഹനം അല്ലേ. അഡ്ജസ്റ്റബിൾ ആണല്ലോ അല്ലേ. ചെറിയ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും കയറ്റി കൊടുക്കും. ഫുള്ള് ലോണും കൊടുക്കാം. നമുക്ക് ഒരു 3.30 ഫുള്ള് ലോണിന് ചെയ്ത് കൊടുക്കാം. 3.30 അത് ഫുൾ ലോൺ. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈലേജിനാണ്. സിറ്റിയുടെ ഒക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ലോങ്ങില് 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. 2 കിടിലം ബസ്സുകൾ നമുക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് ഫേസ് ലിഫ്റ്റ് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തൊരു വാഹനമാണ്. ചോദിക്കുന്നത് നമ്മൾ 5.25 ചോദ്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുപോകാം. നമുക്ക് ഏകദേശം നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും. ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കാം. മാക്സിമം ചോദ്യം നമ്മളൊരു 3.25 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ അല്ലേ. നമ്മൾ 3 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. ഡിയർ ഫ്രണ്ട്സ്, കിടിലൻ ഓഫറുകളും നല്ല അടിപൊളി കാറുകളൊക്കെ ആയിട്ടുള്ള ഒരു പുതിയ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ദോസ്തിലാണ്. സോ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇന്നത്തെ നമ്മളെ പാർട്ടിൽ 7 സീറ്ററുകൾ, അതേപോലെ തന്നെ നല്ല ഡീസൽ ബസ്സുകളൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാം. അതേപോലെ 7 സീറ്റർ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പോളോ ഫുൾ ബ്ലാക്കിൽ വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഇപ്പൊ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്വിഫ്റ്റ് കാര്യങ്ങളുടെ നല്ലൊരു കളക്ഷൻ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് എന്റെ ലിങ്ക് കാര്യങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ദോസിലെ ലൊക്കേഷൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണ്, ഇത് നമ്മൾ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കും മലപ്പുറത്തിനും ഇടയിലായിട്ട് അരിപ്ര സ്കൂൾ പടിയിലാണ്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി കാര്യങ്ങളൊക്കെ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ ഡീറ്റെയിൽസുകളിൽ എടുക്കാം. അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള തോഹിറാണ്. തോഹിറ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് മാക്സിമം വിലർച്ച് കൊടുക്കാം അല്ലേ. നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപ ഇല്ലെങ്കിലും വണ്ടി ഇറക്കാൻ പറ്റും. 1 രൂപ ഇല്ലാതെ ഇറക്കാൻ പറ്റും. വണ്ടികളുണ്ട്. സ്വിഫ്റ്റുകൾ നല്ല കളക്ഷൻസ് ഉണ്ട്. ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ സ്വിഫ്റ്റുകളുണ്ട്. സോ അതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ബലീന ആയിക്കോട്ടെ അല്ലെ. ബലീന നല്ലൊരു ഹാഷ് ബാഗ്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ്, മൈലേജ് കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന കാണാം. അത് കിട്ടുന്ന കളറാണ് ഗ്രേ അല്ലെ. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണർഷിപ്പ്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ സീറ്റ. സെക്കൻഡ് ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട്. പെട്രോൾ വേരിയേഷൻ ആട്ടോ. പെട്രോൾ ആണ്. എന്നാലും മൈലേജ് അത്യാവശ്യം കിട്ടും. ഒരു 17-18 പ്രതീക്ഷിച്ചു. നല്ല കിടിലം വാഹനം. ഏറ്റവും ടോപ്പിൽ തൊട്ട്, അതായത് പുഷ്പട്ട് സ്റ്റാർട്ടിങ് കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയർ കാരണം ഏറ്റവും സൈഡ് കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അടിപൊളി വാഹനം. അപ്പൊ നമുക്ക് പുഷ്പട്ടിനും അങ്ങനെ ഏറ്റവും സൈഡ് കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനം. ഒരു വർക്കൊന്നും ചെയ്യിക്കാനില്ലല്ലോ. മേജർ ആക്സിഡന്റ് ക്ലെയിം ബോണറ്റ് റീപ്ലേസ് ഉണ്ടല്ലേ. എസ് കമ്പനി തന്നെയാണ്. ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 5.5 ചോദിക്കുന്നുണ്ട്. 5.5 ചോദിക്കുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണല്ലോ അല്ലെ. ചെറിയ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും കയറ്റി കൊടുക്കും. ഫുള്ള് ലോണും കൊടുക്കാം. നല്ലൊരു ട്രാക്കിൽ ആളാച്ചങ്ങ കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്തോടെ ഒരു കിടിലൻ വാഹനമാണ്. നമ്മള് സെഡാന് നോക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റി. ഡീസൽ അത് പെട്രോളോ? ഡീസൽ. ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈലേജിനാണ്. സിറ്റിയുടെ ഒക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ലോങ്ങില് 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെനൻസ് ഉള്ള നല്ലൊരു അടിപൊളി വാഹനമാണ്. ലോങ് യാത്രയ്ക്ക് നല്ല അടിപൊളി കംഫർട്ട് എന്ന് തന്നെ പറയാം. നല്ല ഫാൻസി നമ്പറൊക്കെയാണ് വരുന്നത് അല്ലെ. 1 2 3 നല്ല അടിപൊളി നമ്പറൊക്കെയാണ് വരുന്നത്. സോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014-15 രജിസ്ട്രേഷൻ. 14-15 രജിസ്റ്റർ അല്ലേ. ഇതിലൊക്കെ നല്ല കിടുവാണ്. സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് അങ്ങനെ A to Z ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.10 ആ റേഞ്ചിലൊക്കെ ഓടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് അതൊക്കെ പറഞ്ഞാല് ഹോണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സർവീസ് ചെയ്ത് പോകണേ അതൊരു കിലോമീറ്റർ അല്ലാതെ കിലോമീറ്റർ നല്ല മൈലേജും കിട്ടും. അപ്പൊ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഫസ്റ്റ് ഓണർഷിപ്പിലെ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര നമ്മൾ ചോദ്യം? നമ്മൾ ചോദിക്കുന്ന 5.25 നെഗോഷ്യബിൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം എത്ര രൂപ? ഒരു മാക്സിമം ഒരു 40-30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അടുത്തതൊരു കുഞ്ഞൻ SUV അല്ലെ. മഹീന്ദ്രയുടെ KUV 100 73-74-23 രജിസ്ട്രേഷന്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല അല്ലെ. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് അല്ലെ. ഡിനർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല കിടുവാണ്. അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് 20 ആ റേഞ്ചിലൊക്കെ പൊതുവെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലെ.
അത്യാവശ്യം നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിൽ വരുന്ന വണ്ടിയല്ലേ. നല്ല യാത്ര കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടും. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 97 സ്റ്റൊക്കെ അവൈലബിൾ അല്ല. നമുക്ക് എടുക്കാവുന്ന. എത്ര ചോദ്യം? ചോദ്യം നമുക്ക് ഒരു 330 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. 330 അത് ഫുൾ ലോൺ. ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. അടുത്തോളം ഒരു ഇന്നോവ അല്ല? ഇന്നോവ ടൈപ്പ് 4 ഏതായിരുന്നു മോഡൽ? ഇത് 2011 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് നമ്മള് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. 83 അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒറിജിനൽ കേരളമാണ് വണ്ടി? അല്ല, റീവണ്ടിയാണ്. എങ്ങനെയായിരുന്നു എഞ്ചിന് മെക്കാനിക്കൽ ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം? ഓക്കെ. ഇതിലൊക്കെ നല്ല കിടുവാണ്. നീറ്റ്നെസ് ഉണ്ടല്ലോ വണ്ടിക്ക്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ 5.25 ചോദ്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുപോകാം. നമുക്ക് ഏകദേശം നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും. ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കാം. മാക്സിമം 3 ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കൊടുക്കും അല്ലേ? 3-4 രൂപക്ക്. അടുത്തൊരു ഓൾട്ടിസ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? കൊറോള അല്ലേ? നല്ല ഫാൻസി നമ്പർ ഒക്കെയാണ്. ഒറിജിനൽ കേരള അല്ല വണ്ടി? അതെ ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2008 പുതിയ പേപ്പർ എടുത്താണ്. 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1ന്റെ അടിയിൽ ഓടിയിട്ടുള്ളൂ. ഡീസലോ പെട്രോളോ? പെട്രോളാണ്. 1.8 വരുന്ന 1.8. നല്ല പെർഫോമൻസ് അടിപൊളിയാക്കാം. എത്ര നമ്മളെ ചോദ്യം നമ്മൾ 2 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. വി ഓപ്ഷൻ ആട്ടോ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? പക്ഷെ നല്ല കിടിലനാണ്. അടുത്താണ് നമ്മൾ ഒരു കിടുക്കാച്ചി പോളോ അല്ലെ? ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് പോളോ ഒക്കെ അന്വേഷിക്കുന്നത് നല്ലൊരു കിടിലൻ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡൽ. ഏതായിരുന്നു ഓപ്ഷൻ? ഫുൾ ഓടാണ് വണ്ടി? ഓപ്ഷൻ ഹൈലൈൻ. ഇത് അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. 1.20. അതിന് ആക്സിഡന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡിലെ കിടക്കുന്നു. എത്ര നമ്മള് ചോദിക്കുന്നത്? നമ്മളൊരു 4 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 30 രൂപ 40 രൂപന്റെ അടുത്തുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഡീസലിൽ ഫുൾ ലോഡില് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന അടിപൊളി വാഹനം അല്ല? അതൊരു ഡിസയർ, അത് ഡീസലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012. കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. 1.10ന്റെ മേലക്ക്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. റീപ്ലേസ് ഈ ബോണറ്റ് റീപ്ലേസ് വരുന്നുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. ഈ ബോണറ്റ് റീപ്ലേസ് വരുന്നുണ്ട്. കമ്പനി തന്നെയാണ് മാറിയത്? അത് ഹിസ്റ്ററിയിൽ ഇല്ല, നമുക്ക് പുറത്ത് ചെയ്ത് തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം മെക്കാനിക്കലും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1.10ന്റെ മേലെ 1.20ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്, ക്ലിയർ. എത്ര ചോദ്യം? നമ്മൾ 3 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. അടുത്താണ് ബൊലേറോ 2 വരുന്നുണ്ട്. സിൽവർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 ഏതാ ഓപ്ഷൻ? ഏതായിരുന്നു ഇത്? SLE. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 80,000 ഓടിയിട്ടുണ്ട്. എത്ര ചോദ്യം? നമ്മളൊരു 3.25 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കും. ഫുൾ ലോണിൽ SLE ആണ്. നല്ല അടിപൊളി വണ്ടി. അടുത്താണ് അത്യാവശ്യം അൾട്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. നല്ല അത്യാവശ്യം അലോയ്സ് കാര്യങ്ങള്, പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കിടിലനാണ് അല്ലേ? ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം അടിപൊളിയാക്കി. ഏതായിരുന്നു മോഡല്? 2009 DI എഞ്ചിൻ ആണെങ്കിൽ ന്യൂ മോഡൽ പക്ക റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? DI എഞ്ചിനാണ് വരുന്നത്. 2009 1.29 ഓടിയിട്ടുള്ളൂ. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 3 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറുത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല കിടിലൻ വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അൾട്ര ചെയ്ത് കാണും നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് രൂപത്തിൽ ചെയ്തിട്ടുള്ള അടിപൊളി ടയർ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിടിലൻ വണ്ടി, നല്ലൊരു പ്രൈസിന് വൃത്തിയായിട്ടുള്ള ഒരു മോഡൽ. അടിപൊളി മോഡൽ. അടുത്താണ് വീണ്ടും നമ്മൾ ചെറുവാഹനങ്ങളിലേക്കാണ് പോകുന്നത്. ഇയോൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 13 മോഡൽ അല്ലേ? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു ഇത്? ഹൈലൈൻ സാധാ ബേസ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്. ഹൈലൈൻ പ്ലസ് AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി ഇറയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 3rd കിടക്കുന്ന ഓണർഷിപ്പ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടൂല? ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന അടിപൊളി വാഹനം, കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന വണ്ടി. എത്ര തോയറ ചോദ്യം? നമുക്കൊരു 1.5 ചോദിക്കുന്നുണ്ട്. 1.5 അല്ല? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് 0 ഇറക്കാവുന്നതാണ്. നല്ല ട്രാക്കിന് 1 രൂപ ഇറക്കാവുന്ന.
അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളല്ലാണ്ട് ഒരു ചെയ്യിക്കാനില്ല, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം റീപെയിന്റിങ് ചെറുതായിട്ട് അവിടെ വന്നിട്ടുണ്ട്, കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. റീപ്ലേസ് ഒന്നുമില്ല. അടുത്ത നമുക്ക് പഴയകാല ഓൾട്ടോ അല്ലെ, ഇതേതായിരുന്നു? ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഓക്കെ, എത്ര ചോദ്യം നമ്മൾ 1 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല കയ്യിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അടുത്ത വീണ്ടും ഒരു ഇയോൺ അല്ലേ? 17 93,000 ഓടിയ ഇറ പ്ലസ് ഓപ്ഷൻ. ഓക്കെ, ഫ്രണ്ടിലെ പവർ വിൻഡോ കാര്യങ്ങൾ വരും, എല്ലാം വരുന്നുണ്ട്. AC ഇതിന് 2 ഡോർ പവർ വിൻഡോ വരുന്നുള്ളൂ അല്ലെ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 93. എത്ര ചോദ്യം? നമ്മള് ചോദിക്കുന്നത് 240 ആണ്. നമുക്ക് 0 പേയ്മെന്റിൽ ഇറക്കാവുന്ന, 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ഒരു ജാസ് വണ്ടി, ഡീസൽ വി. അത് ഈ പറഞ്ഞ പോലെ സിറ്റി പോലെ തന്നെ 24 മൈലേജ് കിട്ടും. നല്ല 1.5 നല്ല കിഡിലൻ പെർഫോമൻസ് ആണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015. ഓൺഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് നടക്കുന്നുണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇപ്പോ 1.15 ഓടിയിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ചോദ്യം നമ്മൾ 5.40 ചോദിക്കുന്നുണ്ട്. 5.40. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 40 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി. ഇനി അടുത്ത സാധാരണക്കാരന് വേണ്ടിട്ട് നല്ലൊരു അടിപൊളി വാഹനം, ഓട്ടോമാറ്റിക് നാനോ അല്ലെ? ഓട്ടോമാറ്റിക് നാനോ അല്ലെ? ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ ഉണ്ട്. 2016 അല്ലെ? കിലോമീറ്റർ കാര്യങ്ങൾ 34,000 ആകെ ഓടിയിട്ട്. ചെറിയ കിലോമീറ്റർ അല്ലെ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ 2 ചോദിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആവുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. അതിന്റെ നെഗോഷ്യബിൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? നമുക്ക് ഇവിടെ എടുത്ത് എവിടെയെങ്കിലും പെരിന്തൽമണ്ണയിലെ ടീമേരൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പല സ്റ്റേറ്റ് ഫിനാൻസ് വല്ലതും ചെയ്ത് കൊടുക്കാം. പുറത്താവുമ്പോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിന് നല്ലൊരു സെക്ഷൻ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1 ഓടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? റീപ്ലേസ് അങ്ങനെ ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 2.5 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആവുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും? ചെയ്ത് കൊടുക്കാം. മാക്സിമം 11 ആവുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അത് ന്യൂ മോഡൽ വാഗ്നർ അല്ലേ? ഓട്ടോമാറ്റിക്. ഈ ഒരു സെക്ഷൻ മൊത്തം ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? 2020 മോഡൽ. 20 കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 75. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണർഷിപ്പ് VXI ഓപ്ഷൻ. എത്ര ചോദിക്കുന്നത്? നമ്മൾ 5.25 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഏകദേശം എത്ര രൂപ? നമുക്കൊരു 40 രൂപ 50 രൂപ അടുത്ത് മാക്സിമം. ചിലപ്പോൾ ഫുൾ ഓൺ തന്നെ കയറി പോകേണ്ടതാണ്. ട്രാക്ക് അത്യാവശ്യം 0 പേയ്മെന്റിൽ ഇറക്കാം. അല്ലെങ്കിൽ നമുക്ക് 40 30 രൂപ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അടുത്ത വീണ്ടും അതിന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 80,000 അടുത്ത് ഓടിക്കും. 80,000 അടുത്ത് അല്ലേ? മാനുവൽ ആണ് വരുന്നത്. എത്ര ചോദ്യം? നമ്മൾ 2.10 ചോദിക്കുന്നുണ്ട്. ഓക്കെ, 2.10. പക്ഷെ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 11 മോഡൽ ആവുകൊണ്ട് മാക്സിമം ഒരു 1.5-2 രൂപേന്റെ 1.5 രൂപയൊക്കെ ലോൺ കിട്ടേണ്ടത്. ചെറിയ ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം 11 ആവുകൊണ്ട് ബാങ്ക് ലോൺ കയറാൻ ബുദ്ധിമുട്ടാണ്. ചോദ്യം എങ്ങനെയായിരുന്നു? 2.10 അല്ലേ? ചെറിയൊരു പൈസ കൊണ്ടുപോകും. അത് ഡീസൽ ബസ് SUV നോക്കുന്നവർക്ക് ഇതാവണം. 2 കിടിലൻ ബസ്സുകൾ നമുക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് ഫേസ് ലിഫ്റ്റ് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തൊരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2018-19 മോഡൽ. 2018-19 രജിസ്ട്രേഷൻ വരുന്നത് ഡീസലാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? കിലോമീറ്റർ 1.12 കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓട്ടോ എങ്ങനെയായിരുന്നു? ഓട്ടോ തന്നെ 1.12 ഓൺഷിപ്പ് ഫസ്റ്റ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിലാണ്. നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു? നമ്മൾ 8.10 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ഗ്യാരണ്ടി ആണ്. ചെറിയ ഒരു 50 രൂപ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്താവുന്നു. അത് വീണ്ടും ഡീസൽ ബസ് തന്നെയാണ് വരുന്നത്. കളർ ചേഞ്ച് ആണ്. അത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ് വരുന്നത്. അത് VDI ഓപ്ഷണൽ ആണ്. ഇതുപോലെ അലവിയിലൊക്കെ കമ്പനി വരുന്ന മോഡലാണ്. കമ്പനി വരുന്നതാണ്. സൈഡും കിടുവാണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 ഓടിയിട്ടുള്ളൂ. അവൈലബിൾ അല്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 7 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് ഇന്ത്യയിൽ ചെയ്തു കൊടുക്കും. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ്. അത് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ നേരത്തെ ഒരു പരിചയപ്പെട്ടത് ഒരു ഗോ പ്ലസ് 7 സീറ്റർ ആണ്. ചെറിയ പൈസക്ക് നല്ല മൈലേജും
കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഫാമിലി കാർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ. 15 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90-80 അവിടെ നടുവിലെ കിടക്കുന്നു. എഡിറ്റില്ല 83 അങ്ങനെ എന്തോ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം നമ്മൾ 2.5 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അതായത് ഒരു 7 സീറ്റർ ആണ്, വെറും 2.5 ലക്ഷം രൂപ അഡ്ജസ്റ്റബിൾ പ്രൈസ്. ലോണ് ഏകദേശം 2 രൂപന്റെ അടുത്ത് ലോണ്, 2 മാക്സിമം ലോൺ കിട്ടും. 2 ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊന്ന് ദോസ്തിലായിരുന്നു. അല്ല, അത്യാവശ്യം കളക്ഷൻസ് കാര്യങ്ങളല്ലാണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് SUV-കൾ അതേപോലെ ഹാച്ച് ബാക്കുകളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിലെ അരിപ്ര സ്കൂൾ പടിയിലാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. റിയാസൻ ടോയ് സൈനിങ്.